യാത്രകൾ മറ്റുള്ള ഏതൊരാളെയും പോലെ എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പണ്ട് ചെറുപ്പകാലത്തിൽ അതിനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ താമസിക്കുന്നത് തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡിൻ്റെ തന്നെ കിഴക്കേ അറ്റമായിട്ടുള്ള, അതായത് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചുള്ളി എന്ന സ്ഥലത്താണ്. ചുള്ളിക്ക് അപ്പുറം കേരളത്തിൻ്റെ ഫോറസ്റ്റും അതിനുശേഷം കർണാടകത്തിൻ്റെ ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു യാത്ര എന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സ്കൂളിൽ LP സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗവൺമെൻറ് ഹൈസ്കൂൾ മാലോത്ത് കസബയിൽ ചെന്നു. അവിടെ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു എക്സ്കർഷന് പോകാനുള്ള അവസരം ലഭിക്കുന്നത്. അത് തിരുവനന്തപുരത്തേക്കായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ ബസ്സെല്ലാം പിടിച്ചാണ് യാത്ര ചെയ്ത് വരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള യാത്രകളും അവിടെയുള്ള കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ആദ്യമായി കിട്ടുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതിൽ തന്നെ വളരെ ഒരു സന്തോഷവും, പിന്നെ നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം കാണുകയും വലിയ വലിയ കെട്ടിടങ്ങൾ കാണുകയും അതിനപ്പുറം പലതരത്തിലുള്ള ആൾക്കാരെ കാണുകയും പലതരത്തിലുള്ള വാഹനങ്ങൾ കാണുക, ഇതൊക്കെ ആ സമയത്ത് വളരെ നമുക്ക് ഒരു ആനന്ദം നൽകുന്ന ഒരു സംഭവമായിരുന്നു. ആദ്യമായിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിക്കുന്നത് TV-യിലൂടെ കാണുകയാണ്. അന്ന് നമ്മുടെ നാട്ടിലൊന്നും TV ഇല്ല. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് TV-യിലൂടെ ആ ഫുട്ബോൾ കളി, സന്തോഷ് ട്രോഫി ആയിരുന്നു തോന്നുന്നു, ഫുട്ബോൾ കളിയൊക്കെ കാണുന്നത്. പിന്നീട് മ്യൂസിയവും എല്ലാ സ്ഥലങ്ങളും ചുറ്റി ഒരു പ്രത്യേക അനുഭവമായിരുന്നു. നമ്മുടെ ആ കാലത്തിൽ അങ്ങനെയുള്ളൊരു സാധ്യതകളെ ഉണ്ടായിരുന്നല്ലോ. പിന്നീട് ആണ് ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ജോലിയിൽ പ്രവേശിച്ച് ഇപ്പം 15 വർഷത്തോളമായി. അപ്പോൾ കേരള പോലീസിൽ ഒരു SI ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള യാത്രകളും നടത്തിയിരുന്നു. അത് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ടാണെങ്കിലും വിവരങ്ങൾ ശേഖരിക്കേണ്ട, അങ്ങനെ പലതരത്തിലുള്ള യാത്രകൾ നടത്തിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അന്വേഷണാത്മക യാത്രയായിരുന്നു ഒരു ജ്വല്ലറി മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനമായ UP-യുടെ ഒരു ജില്ലയുണ്ട്. ബദായും എന്നാണ് അതിന് ഹിന്ദിയിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ ബഡൗൺ എന്ന് പറയും. അവിടേക്ക് പോകാനിടയായ ഒരു സംഭവമുണ്ട്. അത് ഒരുപാട് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കി തന്നൊരു യാത്രയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു കുറ്റവാളി ഇവിടെ കുറ്റം ചെയ്ത ശേഷം അന്യ സംസ്ഥാനങ്ങളിൽ എവിടെ പോയാലും നമുക്കവരെ കണ്ടുപിടിക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. കാരണം അവിടെ അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പക്ഷേ മറ്റൊരു സംസ്ഥാനത്തുള്ള ഒരാൾ ഇവിടെ വന്നൊരു മോഷണം നടത്തി അല്ലെങ്കിൽ ഇവിടെ ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ നാട് മുഴുവൻ അയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കും. അതിൽ നിന്നും അയാളെ നമ്മൾ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അയാളെ പിടിച്ച് നമ്മുടെ നാട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണെന്ന് മനസ്സിലാക്കി തന്നതും അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഹയറപ്സിലേക്ക് അയക്കാൻ സാധിച്ചതും ആ യാത്രയിലൂടെയാണ്. അത് 2016 ഒക്ടോബർ 3-ാം തീയതിയാണ് അതിന് ആസ്പദമായ സംഭവം നടന്നത്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽപ്പെട്ട കുണ്ടംകുഴി എന്ന സ്ഥലത്ത് ഒരു സുമംഗലി ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വർണ്ണക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുടിയേറ്റ ജനതയുടെ സ്വർണ്ണഭ്രമം ചെന്ന് അവസാനിക്കുന്നത് ഈ ജ്വല്ലറിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യത്തിലധികം ബിസിനസ് നടക്കുന്ന ഒരു കടയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്റ്റോക്കുകളും കുറച്ച് കൂടുതലുണ്ടായിരിക്കാം. അതായിരിക്കാം ഒരു പക്ഷേ കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ കള്ളന്മാർക്ക് ആ ജ്വല്ലറി തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാര്യം, ഇടയാക്കിയ ഒരു കാര്യം. വളരെ വിജനമായ ഒരു സ്ഥലത്തു കൂടിയാണ് കടന്നു പോയാണ് സുമംഗലി ജ്വല്ലറി ഇരിക്കുന്ന കുണ്ടംകുഴിയിൽ എത്താൻ സാധിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വാണിംഗ് തന്നാൽ പോലും ജനങ്ങൾക്ക് പെട്ടെന്ന് റോഡിലിറങ്ങി തടസ്സപ്പെടുത്താനുള്ള സാധ്യതകളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരത് കൂടുതലും തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണമായി മാറിയിട്ടുണ്ടാവാം. 2016 ഒക്ടോബർ 3-ാം തീയതി രാവിലെ ഞാൻ അന്നേരം ആദൂർ സർക്കിൾ, അതായത് കാസർഗോഡ് ജില്ലയിലെ ആദൂർ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു.
രാവിലെ ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. സാർ, ബേടകം അഡീഷണൽ എസ് ഐ ആണ് വിളിക്കുന്നത്. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറി ഷട്ടർ തകർത്തിട്ടുണ്ട്, ചില്ലുകൾ പൊട്ടി പുറത്തേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ശ്രമം നടന്നിട്ടുണ്ട്. മോഷണം നടന്നിട്ടുണ്ടെന്ന് അറിയില്ല. അതിൻ്റെ ഓണർ വന്നിട്ടുണ്ട്. ഓണർ വന്നിട്ട് ഇത് തുറന്നാലേ ഇനിയിപ്പം നമുക്ക് നഷ്ടം എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റുള്ളൂ, അതോ അറ്റംപ്റ്റ് ആണോ എന്നുള്ളത് കണക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ റെഡിയായി. എൻ്റെ കേസുകൾ എഴുതുന്ന മധു ഉണ്ട്, ശിവനുണ്ട്, ഇവരെയും കൂട്ടി ഞാൻ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ട്. എൻ്റെ ഓഫീസിൽ നിന്നൊരു 3/4 മണിക്കൂർ യാത്രയുണ്ട് കുണ്ടംകുഴി എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അവിടെ എത്തിയപ്പോൾ ആൾക്കാർ കൂടി തുടങ്ങി. 6:30-7:15 അന്നേരത്തേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ജ്വല്ലറി ഓണർ അശോകൻ നായർ സ്ഥലത്തുണ്ട്, അഡീഷണൽ എസ് ഐ ജയകുമാർ സ്ഥലത്തുണ്ട്, ബേടകം എസ് ഐയും സ്ഥലത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ഫിംഗർ പ്രിൻറ്റിൻ്റെ എക്സ്പെർട്ട് എത്തിയിട്ടില്ല, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അപ്പം ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഏതായാലും ഒരു 8:45 ഫിംഗർ പ്രിൻറ്റ് എക്സ്പെർട്ടും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. അതിനുശേഷമാണ് ഞങ്ങൾ പൊളിഞ്ഞ് കിടക്കുന്ന അതിൻ്റെ ഷട്ടർ പൊന്തിക്കുന്നത്. ഈ ഷട്ടറിൻ്റെ തൊട്ടുമുന്നിൽ കട്ടിയുള്ള ഗ്ലാസ് കൊണ്ടുള്ള വാളാണ്. അത് ചുറ്റിക കൊണ്ടോ എന്തുകൊണ്ടോ അടിച്ച് പൊളിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഷട്ടർ തുറന്നിരിക്കുന്നത് ജാക്കി ഹാമർ പോലെയുള്ള സാധനം വെച്ചിട്ട് തിരിച്ച് പൊന്തിച്ച് അതിൻ്റെ ഫ്ലോറിൽ പതിയുന്ന ലോക്കുണ്ട്, ആ ലോക്ക് പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അത് കണ്ടിരിക്കുന്നത്. ഏതായാലും ഷട്ടർ ഉയർത്തി ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടും ഞാനും എൻ്റെ കേസ് എഴുതുന്ന ശിവൻ, മധു എന്നിവരും കൂടെ ഉള്ളിൽ കയറി. അവർ പൊടിയെല്ലാം ഇട്ട് നോക്കി, എല്ലാ സ്ഥലങ്ങളിലും നോക്കുന്നുണ്ട്. എല്ലാ മോഷണം നടക്കുമ്പോഴും അത് ഒരു ചടങ്ങാണ്. എങ്കിൽ പോലും ഇതൊരു ജ്വല്ലറി ആയതുകൊണ്ടും ഇവിടെ കൂടുതൽ മോഷണം നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും കൂടുതൽ മുതലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇത് ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയതുകൊണ്ടും, അതായത് ഇത് ഇനിയും ആവർത്തിക്കപ്പെടാം. ഇവർക്ക് മുതലുകൾ കിട്ടിയില്ലെങ്കിൽ അടുത്ത ടാർഗറ്റ് ഇവിടെ കണ്ടെത്താം. അപ്പം ഇത് ആരാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഇനിയും വലിയ വലിയ മോഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേക ശ്രദ്ധയോടുകൂടി തന്നെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഫിംഗർ പ്രിൻ്റ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഒരുപാട് പ്രിൻ്റുകൾ നമുക്ക് അവിടുന്ന് കിട്ടി. ഒരുപാട് പ്രിൻ്റുകൾ ഒരു മോഷണ സ്ഥലത്ത് നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാഥമിക നിഗമനം ഈ പ്രിൻ്റുകളിൽ ഒന്നും വിശ്വാസമില്ലാത്തത് എന്ന് പറഞ്ഞാൽ പ്രിൻ്റുകൾ എത്ര നമ്മൾ കിട്ടിയാലും അത് തിരിച്ചറിയപ്പെടാനുള്ള ഒരു പ്രിൻ്റ് എപ്പോഴെങ്കിലും ഒരു കേസിൽ പ്രതിയായിട്ടുള്ള പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇത് കമ്പയർ ചെയ്തിട്ട് ഇന്നയാളാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകിൽ പുറത്തു നിന്നുള്ള ആൾക്കാർ, കേരളത്തിന് വെളിയിൽ നിന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫസ്റ്റ് ഒഫൻഡേഴ്സ്, ഇതിൽ ആരെങ്കിലും ആവാനുള്ള സാധ്യതയുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. ആദ്യമേ തന്നെ അന്യസംസ്ഥാനക്കാർ, അതായത് 2016, 2015 ആ കാലഘട്ടങ്ങളിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മോഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കേസുകൾ കളക്ട് ചെയ്യാനായിട്ട് ഓഫീസിൽ വിളിച്ചറിയിക്കുകയും ആ കേസുകളുടെ പ്രതിയായിട്ടുള്ള ആൾക്കാരുടെ പ്രിൻ്റുകൾ കളക്ട് ചെയ്ത് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോവുമായി ബന്ധപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ശേഷം ഞങ്ങൾ സ്ഥലം പരിശോധിച്ചു. ജ്വല്ലറിക്കുള്ളിൽ ഉള്ളിലേക്ക് പോകുന്ന ഒരു അറയുണ്ട്. അതായത് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്ന ഭാഗത്ത് നിന്ന് ഡിസ്പ്ലേ ചെയ്ത സാധനങ്ങളെല്ലാം അവസാനം രാത്രിയിൽ കട ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതെല്ലാം എടുത്ത് വേറൊരു റൂമിൽ വെക്കുന്നുണ്ട്. ആ റൂമിനുള്ളിൽ തന്നെ ഒരു സേഫ് ലോക്കറുണ്ട്. ആ സേഫ് ലോക്കറിനുള്ളിലാണ് ഇതെല്ലാം സാധാരണ വയ്ക്കുന്നത്. ജ്വല്ലറിയുടെ ഓണറോട് ചോദിച്ചപ്പം തലേ ദിവസം കുറച്ച് ആഭരണങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ പോയി എന്നുള്ളത് ഉറപ്പാക്കി. അത് ഏകദേശം ഒരു 60-70 ഗ്രാമോളം വരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ ഫ്ലോറിൽ പിടിപ്പിച്ചിരിക്കുന്ന സേഫ് ലോക്കറാണ്. അതിൻ്റെ സ്ലൈഡ് ചെയ്ത് മാറ്റാവുന്ന ഒരു അടപ്പാണ് അതിനുള്ളത്. ആ അടപ്പ് കട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അടപ്പ് അതിൻ്റെ സ്ലൈഡ് ചെയ്യുന്ന സാധനം കയറിയിരിക്കാനുള്ള ഒരു സ്ലോട്ടുണ്ട്. ആ സ്ലോട്ട് കട്ട് ചെയ്തതായി കാണുന്നുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ സ്ലാബ് തിക്കി മാറ്റിയതായിരിക്കുന്നത് കാണുന്നത്. അപ്പം ഇത് മുറിക്കുന്ന ഉപകരണത്തിൻ്റെ ഏകദേശം ഒരു രീതിയൊക്കെ ഇതിൻ്റെ പാട് കണ്ടപ്പോൾ, മുറിഞ്ഞ് കിടക്കുന്ന പാട് കണ്ടപ്പോൾ മുറിക്കുന്ന ഉപകരണത്തിൻ്റെ ഏകദേശം ഒരു രീതിയൊക്കെ കാണും. നമ്മൾ ടൈൽസ് എല്ലാം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യായമായിട്ടും അതിനകത്തൊരു മെഷീനും ഉപയോഗിച്ചിട്ടുണ്ടാകും.
ആ ഒരു ധാരണയിൽ നമ്മൾ ആ മെഷീൻ വിൽക്കപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാനല്ല ആ സമയത്ത് തന്നെ വിളിച്ച് ഓരോരുത്തരെ ഏർപ്പാടാക്കുന്നുണ്ട്. അതിനുശേഷം കണക്കെടുത്ത് നോക്കുമ്പോൾ അതിനുള്ളിലുള്ള ഒരു രഹസ്യ ആ സേഫ് ലോക്കറിനുള്ളിലുള്ള രഹസ്യ അറയിലുള്ള ആഭരണങ്ങൾ മോഷണം പോയിട്ടില്ല എന്ന് മനസ്സിലായി. അതിന് വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ പോയ നഷ്ടം കണക്കാക്കിയപ്പോൾ ഏകദേശം 380 ഗ്രാമോളം സ്വർണവും ഏകദേശം 8 കിലോയോളം വെള്ളിയും പോയിരുന്നു. മറ്റ് തെളിവുകളൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. പിന്നീട് ഞങ്ങളുടെ അന്വേഷണം എങ്ങോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ എത്താൻ പറ്റുന്നില്ല. അങ്ങനെ അന്ന് SP ആയിരുന്ന തോംസൺ ജോസ് IPS അദ്ദേഹം ഞങ്ങളെ ചേംബറിൽ വിളിച്ചു. ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാനാണ്. CI എന്ന നിലയിൽ 1 ലക്ഷത്തിന് മുകളിൽ ഹൗസ് ബ്രേക്കിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് CI അന്വേഷിക്കണം. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നെയും എൻ്റെ കേസ് എഴുതുന്ന ടീമിനെയും വിളിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ഈ മോഷണത്തെക്കുറിച്ചും മറ്റ് ഗ്രേവ് ക്രൈംസുകൾ, കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ജില്ലയിൽ ഒരു സ്ക്വാഡുണ്ട്. ക്രൈം സ്ക്വാഡിൻ്റെ ആൾക്കാർ ഫിലിപ്പ് തോമസ്, നാരായണൻ, ബാലകൃഷ്ണൻ ഇവരൊക്കെ വിളിച്ചിരുന്നു. ലക്ഷ്മി നാരായണൻ, ഇത്രയും ആൾക്കാരെ വിളിച്ച് SP സംസാരിച്ചു. അപ്പോൾ SP ചോദിച്ചപ്പോൾ SPയുടെ അഭിപ്രായത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ സമീപത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ വെരിഫൈ ചെയ്യണം. അവരിൽ അന്നത്തെ ദിവസമോ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുൻപോ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ, മീൻസ് മിസ്സിംഗ് ആയിട്ടില്ലെങ്കിൽ പോലും അവർ പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ സ്ഥലത്ത് ഹാജരില്ലാത്ത ആൾക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പം കുണ്ടംകുഴിക്ക് സമീപം പല സ്ഥലങ്ങളിലായിട്ട് ബിൽഡിങ്ങിൻ്റെ പുട്ടി വർക്ക് ചെയ്യുന്നതിന് മറ്റും അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവരെ കൊണ്ടുവന്ന കോൺട്രാക്ടർ അവരുടെ ഡീറ്റെയിൽസ് അടക്കം ഫോട്ടോയും അവൈലബിൾ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി പ്രൂഫുകളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കുകൾ കളക്ട് ചെയ്തു. ഐഡൻറ്റിറ്റി പ്രൂഫുകൾ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവരോട് ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ മോഷണം നടക്കുന്ന ദിവസം അവിടെ ഇല്ലാതിരുന്നതും അതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്നതുമായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ 2 പേര്, ഒരാൾ ബംഗാളിൽ പോയതായിട്ടും 2 പേര് ബീഹാറിൽ പോയതായിട്ടുള്ള ഒരു വിവരം ലഭിച്ചു. അപ്പോൾ അവരുടെ നമ്പർ മറ്റുള്ളവരിൽ നിന്നും കളക്ട് ചെയ്തു. അത് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഉടനെ തന്നെ അവരുടെ പ്രസൻറ്റ് ലൊക്കേഷനും സംഭവം നടക്കുന്ന സമയത്തുള്ള ലൊക്കേഷനും നമ്മൾ വെരിഫൈ ചെയ്തു. ഏകദേശം ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി, CDR കിട്ടി. അങ്ങനെ ലൊക്കേഷൻ നോക്കി, പ്രസൻറ്റ് ലൊക്കേഷൻ അന്നേരത്തിന് കിട്ടും. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ അവർ യാത്രയിൽ തന്നെയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അപ്പോൾ പിന്നെ നമുക്കതിനെക്കുറിച്ച് നോക്കണ്ട, അവരെക്കുറിച്ച് വലിയൊരു സംശയം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. പിന്നീട് അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴും അവർ അവിടുന്ന് ആബ്സെൻ്റ് ആയിരിക്കുന്ന സമയം കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞപ്പോൾ അവരിലെ സാധ്യത മങ്ങി. പിന്നെ മുൻപ് പറയാൻ വിട്ടുപോയൊരു സംഭവമുണ്ട്. ഈ സംഭവ സ്ഥലത്ത് ഗ്ലാസ് പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഗ്ലാസിൻ്റെ വാള് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഗ്ലാസിൻ്റെ വാള് അടിയിൽ നിന്നാണ് ഇവരുടെ അടി കൊണ്ട് പൊട്ടുന്നത്. കാരണം വളരെ കുറച്ച് ഈ ഷട്ടർ പൊന്തിയിട്ടുള്ളൂ. അടിച്ച് പൊട്ടിച്ച സമയത്ത് മുകളിൽ നിന്നും ആ വാൾ താഴേക്ക് ഇങ്ങനെ ചാനലിലൂടെ ഇറങ്ങി വരും. അപ്പോൾ അത് കൈ കൊണ്ട് മുകളിലോട്ട് പൊന്തിക്കുന്ന സമയത്ത് കൈയുടെ ഇവിടെ മുറിവ് പറ്റിയിട്ടുണ്ടാവാം. അപ്പം ബ്ലഡ് അവിടെ വീണിട്ടുണ്ട്. മാത്രമല്ല ഈ ഇതിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ അവിടെ ബ്ലഡ് കൂടുതലായി വീണിട്ടുണ്ടാവാം. അപ്പോൾ ബ്ലഡ് കാണണ്ട അല്ലെങ്കിൽ ബ്ലഡ് എടുത്ത് സ്പെസിമെൻ ശേഖരിക്കേണ്ട എന്നുകൊണ്ടായിരിക്കാം അവരത് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞിട്ടുണ്ടാവാം. ഈ ഗ്ലാസ് പീസുകളിൽ വീണതും മറ്റേ ഗ്ലാസിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നതായ ബ്ലഡ് അവർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അത് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം വന്നു. ഒരു നിഗമനം, പ്രാഥമിക നിഗമനത്തിൻ്റെ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുറിവ് എന്തായാലും നല്ല വെയിറ്റുള്ള ഒരു ഗ്ലാസിൻ്റെ പീസാണ്. മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ സമീപിച്ചിട്ടുണ്ടാകും. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിനിപ്പുറത്തേക്കുള്ള മിക്ക ഹോസ്പിറ്റലുകളും ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പോലീസുകാരെ നിർദ്ദേശിച്ചയച്ചു. അതിൽ കുറേ സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്തതിന് മാവുങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഞ്ജീവനി ഹോസ്പിറ്റലുണ്ട്. സഞ്ജീവനി ഹോസ്പിറ്റലിൽ രാത്രി ഒരു 1:30 കൂടിയിട്ട് ഒരു ചെറുപ്പക്കാരനും ഒരു പ്രായമായ ഒരാളും കൈ മുറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയി അവരുടെ CCTV ഫുട്ടേജ് നോക്കി. CCTV ഫുട്ടേജ് നോക്കുമ്പോൾ ഇവർ വരുന്നത് പോകുന്നതെല്ലാം കറക്റ്റ് കാണുന്നുണ്ട്. അപ്പം അവർ മലയാളികളാണ് എന്നും അവർ പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ സ്റ്റാഫ് പറയുന്നുണ്ട്. രാത്രിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാരെ നമ്മൾ വിളിച്ചു, അവരോട് ചോദിച്ചു. അവർ ചോദിച്ചപ്പം ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. OP ആയിട്ട് വന്ന് പോയതാണ്, സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ച ആ നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. നമ്പറിൻ്റെ അഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പം കാഞ്ഞങ്ങാടിനടുത്ത് അലാമിപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ആൾക്കാരാണ്. അവരുടെ വീട്ടിൽ തന്നെ അന്നേരം തന്നെ പോയി വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ അച്ഛനും മോനും തമ്മിൽ എന്തോ ഒരു വാക്കുതർക്കമുണ്ടായി. അപ്പം ഈ മകൻ കൈ കൊണ്ട് മേശപ്പുറത്തിരുന്ന ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചപ്പോൾ കയ്യിൽ പറ്റിയ പെരുക്കാണ്. അങ്ങനെ ആ വഴിയും ഞങ്ങൾക്ക് അടഞ്ഞു.
പിന്നീട് ഞങ്ങൾ കുറച്ച് പോലീസുകാരെ നിയോഗിച്ചിരുന്നു. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറിയിലേക്ക് വരാനുള്ള റോഡുകൾ, ആ റോഡുകളുടെ സമീപത്തുള്ള ഏതൊക്കെ സ്ഥാപനങ്ങളിൽ CCTV ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 14 സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിൽ CCTV ഘടിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടു. അവിടെയെല്ലാം നമ്മൾ ആളെ അയച്ച് അതിൻ്റെ ഫുട്ടേജ് എടുപ്പിച്ചു. പെൻഡ്രൈവ് കൊടുത്ത്, ചിലർ പെൻഡ്രൈവ് അവർ തന്നെ എടുത്തിട്ട് നമുക്ക് തന്നു. അങ്ങനെ ഒരുപാട് സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അത് പരിശോധിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. കാരണം മണിക്കൂറുകളോളം നീളുന്നതാണ്. വൈകുന്നേരം ഏകദേശം രാത്രി 11 മണിക്ക് ശേഷമുള്ള 11 മണിക്ക് ശേഷം 5 മണി, 5:30, 6 മണി വരെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരു 10, 14, 15 വണ്ടികളുണ്ടാവും. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ആ വണ്ടികൾ തിരിച്ചറിയാനായിട്ട് തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാരും ടാക്സി ഡ്രൈവർമാർ, പിന്നെ പത്രക്കാരുണ്ട്. പത്രം ശേഖരിച്ച് വിതരണം ചെയ്യാൻ പോകുന്ന ആൾക്കാർ രാവിലെ ഏകദേശം 3:30, 4 മണിയോടുകൂടി കുണ്ടംകുഴിയിൽ നിന്ന് പൊയിനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്രം കൊണ്ട് ഇറക്കും. അവിടെ നിന്ന് കളക്ട് ചെയ്ത് തിരിച്ചൊരു 5-5:15 കൂടിയിട്ട് തിരിച്ചെത്തുന്ന ആൾക്കാരുണ്ട്. വളരെ രാവിലെ തന്നെ പോയിട്ട് മീൻ കളക്ട് ചെയ്തിട്ട് അവിടെ മലയോര മേഖലകളിൽ വിൽക്കാൻ വരുന്ന ആൾക്കാരുടെ വണ്ടികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോടും ടാക്സി ഡ്രൈവർമാരെയും വിളിച്ച് ഈ വാഹനങ്ങൾ കാണിച്ച് പരിശോധിച്ചു. അവർ പരിശോധിച്ചതിൽ ഭാഗ്യത്തിന് 14 വാഹനങ്ങളും നമ്മൾ വെരിഫൈ ചെയ്തു. ഒരു വാഹനം, ഒരു കടും നീല കളറുള്ള ഒരു ഓമ്നി വാൻ, മാരുതി ഓമ്നി, അത് തിരിച്ചറിയാൻ ഇവർക്ക് ആർക്കും പറ്റിയില്ല. അത് ഞങ്ങൾക്ക് വലിയൊരു തുമ്പ് തന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അപ്പം കടും നീല കളറുള്ള മാരുതി വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് RTO ഓഫീസിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്, അവരോട് പറഞ്ഞു. അവർ എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു തന്നു. അപ്പം ഈ സമയങ്ങളിൽ ഉള്ള മാരുതി വാഹനങ്ങൾ, കടുംനീല വാഹനങ്ങൾ വളരെ കുറവുണ്ടായിരുന്നുള്ളൂ. ആ വാഹനങ്ങൾ വെരിഫൈ ചെയ്തപ്പോൾ അതിൻ്റെ RC ഓണർ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പിന്നെ ഈ കടുംനീല കളറുള്ള വാഹനം ഒരു പക്ഷേ കാസർഗോഡ് രജിസ്ട്രേഷൻ അല്ലെങ്കിലോ എന്നുള്ളൊരു സംശയം വന്നു. കേരളത്തിൽ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ ഒരു അത്ഭുതം പോലെ നമുക്കൊരു സംഭവം നടന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൈം സ്ക്വാഡിൽ ഫിലിപ്പ്, നാരായണൻ, ബാലകൃഷ്ണനൊക്കെ ഉണ്ട്. അവർ എപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് കോൺടാക്റ്റുകളുണ്ടാകും. അവരിൽ ഒരു കോൺടാക്റ്റ് ഈ കടുംനീല നിറത്തിലുള്ള ഓമിനി തിരിച്ചറിഞ്ഞതായിട്ടുള്ള ഒരു ചെറിയൊരു വാർത്ത ഇങ്ങനെ പരന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നാവണം ഈ വാഹനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സംശയമുള്ളൊരു വാഹനത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് തരാനായിട്ട് ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അയാൾ രാത്രിയിൽ ഓടിക്കുന്ന ആളാണ്, അയാൾ കൃത്യമായ അക്കൗണ്ടോടുകൂടി തന്നെ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ വിളിച്ചിട്ട് ഫിലിപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ഫിലിപ്പ് സാറേ, ഇങ്ങനെ ഒരു വാഹനം ഒരാഴ്ച മുമ്പ് നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുമ്പിൽ ഈ ഓമിനി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അവരവിടെ കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ 2 പേര് നിന്നിരുന്നു. അവരോട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അത് കണ്ടിട്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർ പേര് അബ്ബാസ് എന്നൊറ്റാന്ന് തോന്നി, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അയാൾ പോയി സംസാരിച്ചു. അപ്പം ഈ അവിടെയുള്ള കാസർഗോഡുള്ള മിക്ക ആൾക്കാർക്കും ഹിന്ദി ഏകദേശം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഹിന്ദിക്കാരോട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഇത് ശരിക്കുള്ള ഹിന്ദിയല്ല, വളരെ പ്രാകൃതമായിട്ടുള്ള നാടൻ ഭാഷ പോലെ ഉപയോഗിക്കുന്ന ഹിന്ദിയാണ്. അതുകൊണ്ട് തന്നെ അവർ അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കില്ല, ഹിന്ദിക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരിൽ ഒരു പ്രായമുള്ള ഒരാളും വേറെ 2 പേരുണ്ടായിരുന്നു. ഓമിനി താഴെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓമിനിയിൽ പ്രായമുള്ള ആളിരിപ്പുണ്ട്, ഈ 2 പേരാണ് മുകളിലുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇത് മുൻപ് പ്രിൻറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അതും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് അന്യസംസ്ഥാനക്കാർ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി. അങ്ങനെ ഈ ഓമിനി എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓമിനി ഇവരുടെ കയ്യിലെത്തിയത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വരുമ്പോഴാണ് അണങ്കൂർ, കാസർഗോഡ് ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് അണങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അണങ്കൂർ എന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുന്ന ഒരു ഫൈസലുണ്ട്. പുള്ളി ഈ വിവരം ഇവരോടൊക്കെ നമ്മുടെ സ്ക്വാഡിലുള്ള ആൾക്കാർക്ക് കണക്ഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിനിടയിൽ ഈ അണങ്കൂറുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, ഒരു 5 മാസം മുൻപ്, ഈ സംഭവം നടക്കുന്നതിന് 5 മാസം മുൻപ് ഒരു പ്രായമുള്ള ഹിന്ദിക്കാരനായ ഒരാളും വേറെ 2 ചെറുപ്പക്കാരും വന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഞങ്ങൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽപ്പനയ്ക്ക് നടത്താൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്, വില കുറച്ച് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റും, അപ്പം എല്ലാ വീടുകളിലും കൊണ്ടുപോയി നടന്നു കൊടുക്കാനാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു വാഹനം വേണം. ഞങ്ങൾ ഞങ്ങൾ UP-ക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ വാഹനം ഇവിടുന്ന് എടുക്കണമെങ്കിൽ നമുക്ക് അഡ്രസ് പ്രൂഫൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് കൊടുത്ത് ഒരു വാഹനം എടുക്കാവോ, ഞങ്ങൾ പൈസ കൊടുക്കാം, നിങ്ങളുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവന് എന്തോ അവൻ്റെ ബുദ്ധി, സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല, ഏതായാലും അവൻ്റെ ബുദ്ധി അവിടെ വർക്ക് ചെയ്തു. അവൻ പറഞ്ഞില്ല, എൻ്റെ അഡ്രസ്സിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അപ്പോൾ അവർ ഒരു ഓപ്ഷൻ പറഞ്ഞു, അവന് പേടിയുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് പേടിയുണ്ട്, ഇവരെന്തെങ്കിലും ഒപ്പിച്ചിട്ട് എൻ്റെ പേരിലാവുമല്ലോ കേസ് എന്നുള്ള ഒരു ബോധ്യം അവന് വന്നു പറഞ്ഞു.
അപ്പോൾ പിന്നീട് അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു വാഹനം വാടകയ്ക്ക് എടുത്ത് തരാമെന്ന് ചോദിച്ചു. വാടകയ്ക്കോ ലീസിനോ എന്തെങ്കിലും എടുത്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അപ്പോൾ അവൻ്റെ കച്ചവട തന്ത്രം അവിടെ വർക്ക് ചെയ്തു. ഇപ്പം 80,000 രൂപയ്ക്ക് കിട്ടുന്ന ലീസിന് കിട്ടുന്നൊരു അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് കിട്ടുന്നതിന് 1,10,000 പറഞ്ഞ് 10,000 പോക്കറ്റ് ഇടാം എന്നുള്ളൊരു താല്പര്യത്തിൽ ഏതായാലും അയാൾ ഒരു വാഹനം മറ്റൊരാൾ മുഖേന ഏർപ്പാടാക്കി കൊടുത്തു. ആ ഓമിനി ഇതേ കളറുള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഓമിനി ആരുടെ അടുത്ത് നിന്നാണ് ഏർപ്പാടാക്കി കൊടുത്തുന്നുള്ളത് ഏകദേശം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ് അയാളോട് കാര്യങ്ങൾ ചോദിച്ച് പറഞ്ഞു, മുൻപ് RTO ഓഫീസിൽ പരിശോധിക്കുമ്പം കടുനീല കളറുള്ള ഓമിനി കാസർഗോഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഓമിനിയുടെ കറക്റ്റായിട്ടുള്ള നമ്പർ ഞങ്ങൾക്ക് കിട്ടി. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് വേറൊരാളായിരുന്നു സാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അയാൾ ഇതിൻ്റെ കളർ വൈറ്റ് ഓമിനി ആയിരുന്നു. അതിൻ്റെ കളർ മാറ്റി, അത് RC ബുക്കിൽ എൻട്രി നടത്തിയില്ല, അതുകൊണ്ടാണ് അതിൻ്റെ കളർ ഇങ്ങനെ മാറിയത്, ഡോക്യുമെൻറ്റ് ചെയ്യപ്പെടാതെ പോയത് എന്ന് പറഞ്ഞു. ഏതായാലും ആളെ കിട്ടി, ഓമിനിയുടെ ആളെ കിട്ടി. ഓമിനി എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓമിനി ഇപ്പോൾ സ്ഥലത്തില്ല. അത് ഷെരീഫ് എന്ന് പറഞ്ഞ ഒരാൾ ആണ് ഉപയോഗിക്കുന്നത്. അയാൾ ഒരു 2 ദിവസം മുമ്പ് എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ മടിക്കേരിക്ക് പോകുന്നുണ്ട് വണ്ടിയും കൊണ്ട്, ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞ് അന്നേരം ഞാൻ ചോദിച്ചു, ഹിന്ദിക്കാരെന്ത് നമ്മൾ കൊടുത്ത ഹിന്ദിക്കാരെന്ത് ചോദിച്ചു. ഹിന്ദിക്കാർ നാട്ടിൽ പോയിട്ടുണ്ട്, അവിടെ ഉത്സവമാണ്, അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരും എന്ന് പറഞ്ഞു. അപ്പോൾ 80,000 റുപ്പീസാണ് ഈ ഓമിനിക്ക് ഇയാൾ ഹിന്ദിക്കാരുടെ നിന്ന് വാങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓണർക്ക് കിട്ടിയിരിക്കുന്നത് 60,000 റുപ്പീസ്, 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ 20,000 രൂപയിൽ ഈ ഇടയ്ക്ക് നിന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ ആക്കി കൊടുത്ത ഷെരീഫ് എന്നയാൾ 20,000 രൂപ അതിനകത്ത് മുക്കിയിരുന്നു. അതൊക്കെ പിന്നീടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അറിഞ്ഞത്. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അറിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് പറ്റിയേനെ, പക്ഷേ അറിയാതിരുന്ന ഭാഗ്യം എന്ന് ഇപ്പോൾ അവൻ പറയുന്നു. കാരണം ഈ ഓമിനി ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട്. ഏതായാലും ഈ ഹിന്ദിക്കാരെ എവിടെയാണ് താമസിക്കുന്നതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ ഓമിനിയുടെ ഉടമസ്ഥനെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ആ ബിൽഡിങ് ഏകദേശം കണ്ടുപിടിച്ചു, അത് ആരുടെയാണെന്ന് അറിഞ്ഞിട്ട് ഇത് വെരിഫൈ ചെയ്യണം, ഇവരെ തന്നെയാണ്. അത് ഞങ്ങളുടെ ആ വീട്ടിലെത്തുമ്പോൾ അത് ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുക. സാധാരണ ഓടിട്ട വീടാണ്, 4 മുറികളുണ്ട്, ചെറിയ മുറികളാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥനെക്കുറിച്ച് അന്വേഷിച്ചു, ഉടമസ്ഥനെ കണ്ടെത്തി, ഉടമസ്ഥൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഉടമസ്ഥനോട് ചോദിച്ചു, ഇവിടെ ഹിന്ദിക്കാരാണോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്? അതെ. നിങ്ങൾ എഗ്രിമെൻ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ആൾ പറഞ്ഞു ഉണ്ട്. അപ്പോൾ എഗ്രിമെൻ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു 50 രൂപ മുദ്ര പേപ്പറിൽ ഹിന്ദിയിൽ എഴുതിയ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിയിൽ യാദ്റാം എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതിനടിയിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ അവരെ വിളിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചു. അല്ല, ഈ നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു സാർ, എനിക്ക് കിട്ടിയിരുന്നു എന്ന് വീടിൻ്റെ ഓണർ പറയുകയും ചെയ്തു. അങ്ങനെ ആ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു നോക്കുമ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ആ നമ്പറിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡ്സ് എടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആ നമ്പർ ഈ ഇൻസിഡൻറ്റിൻ്റെ അന്ന് വർക്ക് ചെയ്തിരുന്നു. അന്ന് 10 മണി വരെ, അതായത് മോഷണം നടന്ന രാത്രിയിലാണ്, പിറ്റേ ദിവസം 10 മണി വരെ, പകൽ 10 മണി വരെ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ലൊക്കേഷൻ ഏകദേശം എടുത്ത് നോക്കുമ്പോൾ ഈ നമ്മുടെ സ്ഥലത്തേക്ക് പോയതുമായിട്ടെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ ഇവർ ചെർക്കള പോകുന്നു, ചെർക്കളയിൽ നിന്ന് പൊയിനാച്ചി പോകുന്നു, പൊയിനാച്ചിക്ക് ശേഷം കുന്നക്കുഴി എന്ന സ്ഥലത്ത് ഈ നമ്പർ എത്തുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു, അഡ്രസ് പ്രൂഫ്, ഈ ഫോണിൻ്റെ നമ്പർ എടുക്കാൻ കൊടുത്ത അഡ്രസ് പ്രൂഫ് നോക്കി. അപ്പോൾ അതൊരു ഇലക്ഷൻ ID കാർഡാണ്. ആ ഇലക്ഷൻ ID കാർഡ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ അങ്ങനെ ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ അഡ്രസ്സ് എടുക്കുക എന്നുള്ളത് വേറെ ഞങ്ങൾക്ക് പറ്റില്ല, ആ രീതിയിൽ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നീട് ഈ വീട് രാത്രിയിൽ നാട്ടുകാരൊന്നും അറിയാതെ ഞങ്ങൾ കയറി പരിശോധിച്ചു. ഈ വീടിൻ്റെ ഓണറേയും കൂട്ടി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വീടിനുള്ളിൽ ഒരു കറുത്ത ഷോൾഡർ ബാഗുണ്ട്. ആ ഷോൾഡർ ബാഗിൻ്റെ ഉള്ളിൽ ഒരു 3 ആഭരണങ്ങൾ കിടക്കുന്നുണ്ട്, സ്വർണ്ണത്തിൻ്റെ ആഭരണങ്ങൾ കിടക്കുന്നുണ്ട്. ആ ആഭരണത്തിൽ കൃത്യമായിട്ട് ആ സുമംഗലി ജ്വല്ലറിയിൽ അടിക്കുന്ന AJ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പൽ അടിച്ചിട്ടുണ്ട്. അത് ഇതന്നെയാണോ എന്നറിയാൻ ഞങ്ങളത് വാട്സപ്പ് ചെയ്ത് അതിൻ്റെ ഓണറെ അന്വേഷിച്ചു. അപ്പോൾ അശോകൻ നായർ പറഞ്ഞു ഇത് തന്നെയാണ്, ഇത് നമ്മുടെ സ്വർണ്ണം തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ മോഷണം നടത്തിയത് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണെന്ന് നമുക്ക് കറക്റ്റ് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ആ ജ്വല്ലറിയിൻ്റെ ടൈൽസിൻ്റെ കളറ് ഒരു ഓറഞ്ച് റെഡായിരുന്നു. ആ ടൈൽസിൻ്റെ ഒരു പീസ് ഇതിനകത്തുണ്ടായിരുന്നു, ചെറിയ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭരണങ്ങൾ കുടഞ്ഞിട്ട് വാരിയെടുത്തിട്ടപ്പോൾ ഒരു പക്ഷേ ഈ കഷ്ണങ്ങൾ വീണതായിരിക്കാം എന്നുള്ള ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ അവിടുന്ന് ഇവർ അതിനുശേഷം കുറച്ച് പുല്ലുകളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു, പുല്ലിൻ്റെ നാമ്പുകളൊക്കെ. അത് നോക്കുമ്പോൾ ഇവിടുന്ന് മോഷണം നടത്തി ബോർഡുകളെല്ലാം എടുത്ത് കൊണ്ടുപോയതിന് ശേഷം ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലൊരു സ്ഥലത്ത് പുല്ല് പിടിച്ച സ്ഥലത്ത് ഇത് കുടഞ്ഞിട്ടിട്ട് അവിടുന്ന് വാരിയെടുത്ത് അവിടുന്ന് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്നു, ചെറിയ പീസുകൾ കിട്ടിയിരുന്നു. അവിടെ പുല്ലുകളുണ്ടായിരുന്നു, ആ പുല്ലുകൾ ഇതിലാണ്. അപ്പോൾ കൺക്ലൂസീവായിട്ട് നമുക്ക് മനസ്സിലായി ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന
വസ്ത്രം വിൽക്കാനെന്ന് വ്യാജേന വന്നിരിക്കുന്ന 6 മാസമായിട്ട് അവർ താമസിക്കുകയാണ്. 6 മാസമായി താമസിച്ചു വരുന്ന ഹിന്ദിക്കാരാണ്, UP സ്വദേശികളായ ഹിന്ദിക്കാരാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവരുടെ അഡ്രസ്സ് കണ്ടെത്തണം. അഡ്രസ്സ് കണ്ടെത്തിയതിന് ശേഷമാണ് UP പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അഡ്രസ്സ് കണ്ടെത്താനായിട്ട് ഇനി എന്ത് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ വീടിനുള്ളിൽ നിന്ന് ഞങ്ങൾക്കൊരു ഗ്യാസ് കണക്ഷൻ്റെ ഒരു കാർഡ് കിട്ടി. ആ കാർഡിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ ഇതുവരെ നമുക്ക് കിട്ടാത്തൊരു നമ്പറാണ്. ആ നമ്പറിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞപ്പം ആ നമ്പർ UP നമ്പറാണ്. അതിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞപ്പം അത് UP പല ആൾക്കാരായിട്ട് നിരന്തരം കേരളത്തിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട മോസ്റ്റ് ഫ്രീക്വൻറ്റ് കോൺടാക്റ്റുകളിലേക്ക് അഡ്രസ്സ് എടുത്തു കഴിഞ്ഞപ്പം ധൻപുര, UP ബദായൂം ഡിസ്ട്രിക്റ്റിലുള്ള ധൻപുര എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഈ കോൺടാക്റ്റ് ചെയ്തതെന്നും ഇപ്പോൾ ആ ഫോണിൻ്റെ ലൊക്കേഷൻ ധൻപുരയാണെന്നും അതായത് സംഭവത്തിന് ശേഷം, പക്ഷേ നിലവിലത് സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾക്കുള്ള ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മോസ്റ്റ് ഫ്രീക്വൻറ്റ് കോൺടാക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോണുകൾ ഇപ്പോൾ ആക്റ്റീവാണോ എന്നുള്ളത് പരിശോധിച്ചു. അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിൽ ചില ഫോണുകൾ ആക്റ്റീവാണ്. അവരുടെ അഡ്രസ്സ് എടുത്ത് അവരുടെ ലൊക്കേഷൻ ഞങ്ങൾ ഗൂഗിൾ മാപ്പിങ്ങിലൂടെ എടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു. ഇത്രയും ഡാറ്റകളുമായിട്ട് ഞങ്ങൾ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ അടുത്ത് പോയി. അപ്പോൾ തോമസ് സാർ പറഞ്ഞു, UP ആണ്, UP എൻ്റെ ബാച്ച്മേറ്റ്സ് ഉണ്ട്, ഞാൻ അവരോട് വിളിച്ച് സംസാരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, IPS ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ UP ഈ ബാച്ച്മേറ്റിൻ്റെ സ്ഥലത്ത് പോയിരുന്നു. അങ്ങനെ പോയ സമയത്ത് ചെറിയ ഒരു വാഹനമായിട്ട് എന്തൊരു ഒരച്ചൽ നടന്നതിൻ്റെ ഒരു ചെറിയൊരു തർക്കം വന്നപ്പോഴേക്കും IPSകാരാണ്, IPS ഫ്രഷായിട്ട് ഇറങ്ങിയ ആൾക്കാരാണ്, ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് ഗ്രാമീണരെല്ലാം കൂടി ഈ വാഹനങ്ങൾ വളയുകയും ഒരു വിധത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് ചെറിയൊരു സംഭവത്തിന് വരും. അപ്പോൾ അവിടെ പോയിട്ട് ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള പറഞ്ഞത് ഈസി ആയുള്ള കാര്യമല്ല. അപ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഒഫൻസാണ്, നമുക്കത് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ കടമ തന്നെയാണ്. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞ് അതിനുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ക്വാഡിലെ ആൾക്കാരും ഞങ്ങളും നിരവധി യാത്രകൾ ഇതേപോലെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാം കേരളത്തിലുള്ള ഒരു കേരളീയനായ ഒരു കുറ്റവാളി അന്യസംസ്ഥാനത്ത് പോയി ഒളിച്ചു കഴിയുന്ന ആൾക്കാരെ പിടിച്ചിട്ടുള്ള ചരിത്രങ്ങളാണ്. ഇത് അന്യസംസ്ഥാനക്കാരനായ ഒരാൾ കേരളത്തിൽ വന്ന് മോഷണം നടത്തിയിട്ട് അവൻ്റെ നാട്ടിൽ പോയിരിക്കുമ്പോൾ അവനെ അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഒരു കഥയാണ്. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഒരുപാട് റിസ്ക് ഉണ്ട്. അതിനുശേഷം ട്രെയിൻ ടിക്കറ്റ് നോക്കി എമർജൻസി കോട്ടയിലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. ഞങ്ങളിവിടുന്ന് കാസർഗോഡ് നിന്ന് ഒക്ടോബർ 30 ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. 2016 ഒക്ടോബർ 30 UP യാത്ര തുടരുകയാണ്. പിന്നീട് അങ്ങോട്ട് സംഭവബഹുലമായ കാര്യങ്ങളായിരുന്നു.